ഹായ് എവരി വൺ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ അശ്രിയൽ, എൻ്റെ ഫ്രണ്ട് അസി. ഞങ്ങൾ രണ്ടുപേരുടെയാണ് ഈ ചാനൽ. അപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഇടാൻ കാരണം ഞങ്ങളുടെ മൂന്നാമത്തെ എപ്പിസോഡ് ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു. സാധാരണ ഞാൻ എഡിറ്റ് ചെയ്ത് ആസി സ്ക്രിപ്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളൊന്ന് ഡ്യൂട്ടീസ് സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു വലിയൊരു ഫ്ലോപ്പായി മാറി. അതുകൊണ്ട് സോറി ചോദിക്കണം ആദ്യം തന്നെ. പിന്നെ ഇനി ഞങ്ങൾക്ക് മൂന്നാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ കമൻസിന് അടുത്ത എപ്പിസോഡിൽ കഥാപാത്രങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്ക് എപ്പിസോഡിലേക്ക് പോവാം. അനർഘ, നോ സർ, ഐ എം ഓൾറെഡി. അനർഘ, എനിക്ക് എന്താ കുഴപ്പം? നീ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറയും. ആലോചിക്കാനൊന്നുമില്ല സർ. മൈ ആൻസർ ഈസ് നോ ബിക്കോസ് ഐ എം ഓൾറെഡി എൻഗേജ്ഡ്. നോ, യു ആർ മൈൻ, ഓൺലി മൈൻ. ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. സർ വിട്, വേദനിക്കുന്നു. ഈ പെണ്ണായിട്ട് അവനെന്താ ബന്ധം? ഞാൻ കെട്ടാൻ പോണത് അവളെയാ. എന്നിട്ടാണോ നീ കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കണേ? അത് അവരുടെ പ്രശ്നം, എൻ്റെ അല്ല. ഇവനങ്ങ് കെട്ടിയ ആ കുട്ടിയുടെ അവസ്ഥ. Meanwhile, അനർഘ, എന്താ പ്രശ്നം? ഹൂ ആർ യു? ഹെർ ബ്രദർ. അനർഘ, ഇയാൾ പറയുന്നത് സത്യമാണോ? അതെ. അവളുടെ ദേഹത്തുനിന്ന് കൈയെടുക്കട. വാ, നമുക്ക് പോവാം. അയാൾ ആരാടാ? RJ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ CEO രാംജി. തേജസ്, എന്തിനാ അങ്ങനെ പറഞ്ഞേ? ബ്രദർ എന്ന് പറഞ്ഞതോ, എനിക്ക് നിന്നെ കണ്ടപ്പോൾ എൻ്റെ അനിയത്തിയെ പോലെ തോന്നി. അനിയത്തിയോ? അന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടില്ലല്ലോ. ചെറുപ്പത്തിൽ ഒരു ആക്സിഡൻറ്റിൽ അച്ഛനും അമ്മയും അനിയത്തിയും മരിച്ചു. അവളെന്നെ വിളിക്കുക ഇച്ചാന്ന. അന്ന് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കത് ഒരുപാട് ഇഷ്ടം. എങ്കിൽ ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? അതിനെന്താ? അല്ല, കുട്ടി എങ്ങനെയാ വീട്ടിൽ പോകുന്നത്? ടാക്സിയിൽ. ഈ പെരുമഴയത്തോ? വാ, ഞങ്ങൾ കൊണ്ടുവിടാം. അനു, വാ. ഹായ്, ഞാൻ അരുൺ, ഇവരുടെ ഫ്രണ്ടാ. എന്തൊരു മഴയാ, അതിനിടയിൽ ബ്ലോക്കും. അനുവിൻ്റെ വീട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? 1 hours ഡ്രൈവ് ഉണ്ട്. ഓ നോ, ഇനി എന്ത് ചെയ്യും? അഹാൻ, അങ്കിളിനെ വിളിക്കേ. ഹലോ. ഡാഡി, വരുന്ന വഴിക്ക് കാർ ബ്രേക്ക് ഡൗൺ ആയി. വേഗം ഒരു കാർ അയക്ക്. നിങ്ങളിപ്പോൾ എവിടെയാ? ആ, ഓക്കെ, ഞാനിപ്പോൾ വിടാം. ഡാഡി, കാർ പോയിട്ട് ഒരാൾ പോലും വന്നില്ലല്ലോ. കാർ ബ്ലോക്കിൽ പെട്ടു. നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത വല്ല ഹോട്ടലിൽ റൂമുണ്ടോ നോക്ക്. ഓക്കെ, ഞാൻ നോക്കട്ടെ. 4 റൂംസ് ഉണ്ടോ? ലെറ്റ് മീ ചെക്ക്. സോറി സാർ, എല്ലാം ബുക്കഡാണ്. എക്സ്ക്യൂസ് മീ, 4 റൂംസ്? Wait a minute. No, sir. അറ്റ്ലീസ്റ്റ് 2 റൂംസ്? We are really sorry, but എല്ലാം ബുക്കഡ് ആണ്. ഇവിടെ റൂംസ് ഉണ്ടോ? Yes, sir. 2 rooms.
ഓക്കെ. മോളെ നീ എവിടെയാ? നേരെ എത്രയായിന്ന് അറിയോ? അമ്മ ഞാനിപ്പോൾ ഒരു ഹോട്ടലിലാണ്. ഹോട്ടലിലോ? പേടിക്കണ്ട, എൻ്റെ കൂടെ അഹാനും തേജസ്സും ഒക്കെ ഉണ്ട്. ആണോ? മോളെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, നിളയോട് പറയണേ. ആ മോളെ പറയാം. വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ആ വിളിച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാൽ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ ആരുടെയും ഫോൺ നമ്പർ എന്തെങ്കിലും ഇല്ല? അതിനെന്താ, അച്ഛൻ്റെ നമ്പർ തരാലോ. അല്ല, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ആർക്ക്? അല്ല, രാത്രി അച്ഛനും അമ്മയും വിളിച്ച് നമ്മൾ ശല്യപ്പെടുത്തണ്ടല്ലോ. നീലയുടെ നമ്പർ തന്നാൽ മതി, അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഞാൻ മെസ്സേജ് ചെയ്യാം. ഇച്ഛ നമ്പർ പറയും. 985678. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്കെന്ത് സുഖ, സ്വത്തിന് സ്വത്ത്. ഇപ്പത് കെട്ടാൻ പോണു. എനിക്കൊക്കെയാണ് മരുന്നിന് പോയൊരു പെണ്ണിനെ കിട്ടാനില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞത് നിന്റെ പിന്നാലെ പെൺപിള്ളേര് ക്യൂ ആണെന്ന്? പ്രപ്പോസ് ചെയ്യല്, വഴിയിൽ നിന്നെ കാണാൻ വന്ന് നിക്കല്, ഗിഫ്റ്റ് തരല്, എന്തൊക്കെയായിരുന്നു. എന്നിട്ട് എന്തേ ഒരെണ്ണത്തിന് സെറ്റാക്കാഞ്ഞ്? നീ അത് പറയരുത്, കാരണം നിനക്കൊന്നുമില്ലല്ലോ. എനിക്കതിനൊരു പരാതിയില്ല. ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടു. ഇനി അവളെ വളച്ച് കെട്ടി നിന്റെ കൺമുന്നിൽ കൂടെ ഞാൻ കയ്യും പിടിച്ച് നടക്കും. ഓ, നിന്നെ ഞാനിത് പ്രതീക്ഷിച്ചില്ല. അളിയ, നമ്മൾ കുറച്ച് നാളായിട്ടാണ് കൂടിയിട്ട്. നമുക്കൊരു കുപ്പിയൊക്കെ ആയാലോ? എനിക്ക് വേണ്ട, ഒരു മൂഡില്ല. സത്യത്തിൽ നിന്റെ കുഴപ്പമെന്താ? അല്ലെങ്കിൽ പോട്ടെ, വാട്ട് അബൌട്ട് യു? ജസ്റ്റ് ഒരു കമ്പനി തരാം, അത്രമാത്രം. അത് തന്നെ ധാരാളം. സർ, യുവർ ഓർഡർ. താങ്ക് യു. അവളെന്നെ പറ്റിച്ചു. അളിയാ, അവളെന്നെ പറ്റിച്ചടാ. ആരെടാ അവള്? മാധുരി, പേര് മാത്രം മധുരം. അവൾ വിഷമാണ്, കയപ്പുള്ള വിഷം. അഹാനെ, നീ ഇത് കേൾക്കണം. എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവളും പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കാലായിരുന്നടാ, ചിരിച്ചും കളിച്ചും. അത് കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞ്. ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു, പക്ഷേ എനിക്ക് മാത്രം അറിയില്ലായിരുന്നു. എന്ത്? അവളുടെ കല്യാണം കഴിഞ്ഞതാടാ. അവൾ എന്നിട്ട് എന്നോട് പറയാ ഡൈവേഴ്സ് ചെയ്തെന്നെ കെട്ടാന്ന്. എനിക്കങ്ങ് കേറി വന്നു. എന്തോന്ന്? എന്താണോ, ദേഷ്യം. പിന്നെ ഒരു കാലത്ത് ഞാൻ അവളെ പ്രേമിച്ചതല്ലേന്ന് വെച്ച് വെറുതെ വിട്ടു. ഭാഗ്യം ഞാൻ. അമ്മേ, എന്റെ നടു. ഇവനെ ഞാൻ ഉറങ്ങുന്ന കണ്ടില്ല, കുട്ടി പിശാച്ച്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ. പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്.